Hi guys, welcome back to Evas Mama World. ഇന്നത്തെ വീഡിയോ ഒരു റെസിപ്പി വീഡിയോ ആണ്. ഈസി ആയിട്ട് ഒരു കേക്ക് പോലെ ഒരു ചെമ്മീൻ ബിരിയാണി ഒന്ന് ഉണ്ടാക്കി നോക്കാം. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കിടക്കാം. ചെമ്മീൻ ഞാൻ ഇവിടെ 1/2 കിലോ ആണ് യൂസ് ചെയ്തത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മാഗ്നേറ്റ് ചെയ്ത് വെക്കാനുള്ള മസാലയാണ് ഇത്. 1/2 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയുമാണ് ഇപ്പോൾ ചേർത്തത്. എന്നിട്ട് 1 ടീസ്പൂൺ മുഴുവനും കുരുമുളക് പൊടിയാണ് ഇപ്പോൾ ചേർത്തത്. എന്നിട്ട് 1/2 ടീസ്പൂൺ ഗരം മസാലയും ചേർത്തു. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്തു. എന്നിട്ട് അതിലേക്ക് ലൈം ജ്യൂസോ അല്ലെങ്കിൽ വിനെഗറോ ചേർക്കാം. ഞാൻ ഇവിടെ വിനെഗറാണ് ചേർത്തത്. എന്നിട്ട് ഇതൊന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. വിനെഗറും ലൈമും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് തൈര് യൂസ് ചെയ്താലും മതി. എന്നിട്ട് 1/2 കിലോ കഴുകി വൃത്തിയാക്കി വെച്ച ചെമ്മീനാണ് ഞാൻ ഇവിടെ ചേർക്കാൻ പോണത്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് കുറഞ്ഞതൊന്ന് 1/2 മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ചെമ്മീനിലേക്കുള്ള മസാല റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ മുഴുവനും നെയ്യാണ് ചേർത്തത്. ഞാൻ ഇവിടെ നെയ്യിലാണ് മസാല ഉണ്ടാക്കിയത്. എന്നിട്ട് അതിലേക്ക് 3 വലിയ സവാളാണ് ഇപ്പോൾ ചേർത്തത്. ഞാനിവിടെ ചെമ്മീൻ ബിരിയാണി കുക്കറിലാണ് ഉണ്ടാക്കിയത്. അപ്പോൾ കുക്കറില്ലെങ്കിലും പ്രശ്നമില്ല, പാനിൽ ചെയ്താലും മതി. എന്നിട്ട് ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളി പച്ചമുളകുള്ള മിക്സ് ചേർത്ത് കൊടുത്തു. പച്ചമുളകൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർക്കുക. ഒന്ന് മിക്സ് ചെയ്ത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക. ഉപ്പ് കൂടി പോവാതെ ശ്രദ്ധിക്കുക. നമ്മൾ ആദ്യം ചെമ്മീൻ മാഗ്നേറ്റ് ചെയ്ത് വെച്ചപ്പോഴും അതിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഉള്ളി ഒന്ന് വഴന്നു വന്നാൽ അതിലേക്ക് 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർക്കുന്നത്. എന്നിട്ട് അതിലേക്ക് ചേർത്തത് 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡറാണ്. ഇത് വീട്ടിൽ തന്നെ പൊടിച്ചതാണ്. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ ഒരു പച്ചമണം ഒന്ന് മാറുന്ന വരെ മിക്സ് ചെയ്യുക. ശേഷം നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് 2 തക്കാളിയാണ് മീഡിയം സൈസിലുള്ളത്. തക്കാളി ഇതേ അളവിൽ തന്നെ ചേർക്കാൻ ശ്രദ്ധിക്കുക. കാരണം നമ്മൾ തൈര് ഇതിലേക്ക് ചേർക്കുന്നില്ല. അപ്പോൾ ഒരു പുളിക്ക് വേണ്ടിയിട്ടാണ് തക്കാളി ചേർത്തത്. ശേഷം അതിലേക്ക് ഞാനിപ്പോൾ 1 പിടി പുതിനയിലാണ് ചേർത്തത്. ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കരിവേപ്പിലയും ചേർത്ത് കൊടുത്തു. ഈ സ്റ്റെപ്പ് മിസ് ചെയ്യരുത്. നല്ല ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചേർക്കുന്നത്. ഇതെല്ലാം ഒന്ന് മിക്സ് ആയി കഴിഞ്ഞാൽ ആദ്യം ഒന്ന് മസാല തേച്ച് വെച്ച ചെമ്മീൻ ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുക. 1/2 മണിക്കൂർ കുറഞ്ഞത് ഇതൊന്ന് മസാല പിടിക്കാൻ വേണ്ടിയിട്ട് എടുത്ത് വെക്കണം ചെമ്മീൻ. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത് നന്നായി മിക്സ് ചെയ്തിട്ട് ഒന്ന് വെയിറ്റ് വെച്ച് കുക്കർ ഒന്ന് മൂടി വെച്ച് 1 വിസിൽ വരുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ വെള്ളം ഒഴിക്കുക. ഞാനിവിടെ വെള്ളം ഒഴിച്ചില്ല. അടി പിടിക്കുന്നുണ്ടെങ്കിൽ മാത്രം വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് 1 വിസിലിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. ഈ ടൈമിൽ ഞാൻ കുറച്ച് ഡെക്കറേഷന് വേണ്ടിയിട്ട് കാഷ്യൂ, റൈസിൻസ്, ഓനിയനും ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ 1 വിസിൽ വന്നു. ഇതിൻ്റെ പ്രഷറൊക്കെ പോയപ്പോൾ ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കി. അപ്പോൾ നല്ലോണം ചെമ്മീനിലുള്ള ഗ്രേവി വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. ഇതൊന്ന് വറ്റിച്ചെടുക്കണം. ലോ ഫ്ലെയിമിലിട്ട് വറ്റിച്ചെടുക്കുക. എന്നിട്ട് ഇതിലേക്ക് നേരത്തെ ഞാൻ റെഡിയാക്കി വെച്ച ഫ്രൈ ചെയ്ത ഒനിയന് ഒരു 1/2 പോർഷൻ മാത്രം ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഒന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യുക. എന്നിട്ട് ഗീ റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ മുഴുവനും ഗീ ആണ് ചേർത്തത്. അതൊന്ന് മെൽറ്റ് ആയാൽ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഗരം മസാല സ്പൈസസ് ഞാനിപ്പോൾ ആഡ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് അതിലേക്ക് 1/2 പിടി ഉള്ളിയാണ് ചേർത്ത് കൊടുത്തത്, സവാള. എന്നിട്ട് ഇതൊന്നൊന്ന് റോസ്റ്റ് ചെയ്തെടുത്തു. ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള അരി ഞാനിവിടെ വറുത്തിട്ടാണ് യൂസ് ചെയ്യണത്. അപ്പോൾ ഞാൻ ആദ്യം അരിയാണ് ഇട്ട് കൊടുത്തത്. 4 കപ്പ് അരി. ഇത് കഴുകി വൃത്തിയാക്കി വെച്ച അരിയാണ്. ഇത് ഒന്ന് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം ഒന്ന് നെയ്യിലൊന്ന് വറുത്തെടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാൻ കരിവേപ്പില ഇട്ട് കൊടുത്തു. ഇതെന്തായാലും ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കുക. നല്ലൊരു ഫ്ലേവർ കിട്ടും. എന്നിട്ട് ഞാൻ ഇതിലേക്ക് ചൂടുള്ള വെള്ളം 8 കപ്പ് ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് ആവശ്യത്തിന് കുറച്ച് ക്യാരറ്റ് ഇട്ട് കൊടുത്തു. ഇതൊക്കെ ഓപ്ഷണലാണ്. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തു. എന്നിട്ട് ഇതെല്ലാം ഒന്ന് തിളച്ച് വന്നതിന് ശേഷം മാത്രം ഒന്ന് അടിച്ച് വെച്ച് വേവിക്കുക. ഞാൻ ഇവിടെ ലോ ടു മീഡിയം ഫ്ലെയിമിലാണ് ഇട്ടത്.
ഒരു 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഒന്നും കൂടി ഒന്ന് വെള്ളം വറ്റാനുണ്ടായിരുന്നു. അങ്ങനെ ഒന്നും കൂടി ഒന്ന് അടച്ചു വെച്ച് വേവിച്ചു. അപ്പോൾ നമ്മൾ ചോറ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ദം ചെയ്യാം. ദം ചെയ്യുമ്പോൾ ഒരു സ്പെഷ്യൽ സ്റ്റൈലിലാണ് ദം ചെയ്യൽ. ഇതൊരു കേക്ക് പോലെ ലെയറായിട്ടാണ് ദം ചെയ്യണത്. നമ്മൾ ശരിക്കും ബിരിയാണി ദം ചെയ്യുമ്പോൾ അടിയിൽ മസാലയാണ് ചേർക്കൽ. ഇത് ഞാൻ റൈസാണ് ചേർത്തത്. എന്നിട്ട് അതിലേക്ക് ചെമ്മീൻ്റെ മസാലകൾ ഇങ്ങനെ കേക്കിന് ക്രീം തേക്കണ പോലെ അതേപോലെ ഒന്ന് വെച്ച് കൊടുക്കാം മസാല. ഇതുപോലെ ഒന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം, നല്ല ടേസ്റ്റാണ്. എന്നിട്ട് അതിൻ്റെ മുകളിൽ റൈസ് ചേർത്ത് കൊടുത്തു. ഫ്രൈ ചെയ്ത് വെച്ച ഓനിയനും ചേർത്തു, നട്ട്സും റൈസിൻസും ചേർത്തു. എന്നിട്ട് ബാക്കിയുള്ള മസാല മുഴുവനും ഇതുപോലെ ചേർത്ത് കൊടുത്തു. ഇതെൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു തന്ന റെസിപ്പിയാണ് കണ്ണൂരിലുള്ള. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റുള്ള ഒരു ബിരിയാണിയാണ്. നമ്മളിതിൽ ഓയിലൊന്നും അധികം യൂസ് ചെയ്തില്ല, നെയ്യ് മാത്രമാണ് യൂസ് ചെയ്തത്. നെയ്യില്ലെങ്കിൽ നിങ്ങൾക്ക് വെളിച്ചെണ്ണ യൂസ് ചെയ്താലും മതി. എന്നിട്ട് ചോറെല്ലാം ഇട്ട് കഴിഞ്ഞിട്ട് ഞാനിതൊന്ന് ദം ചെയ്തെടുത്തു. അരമണിക്കൂർ വെയിറ്റ് വെച്ചിട്ടൊന്ന് ദം ചെയ്യാൻ ശ്രദ്ധിക്കാം. അരമണിക്കൂറിന് ശേഷം ബിരിയാണി ഒന്ന് സെർവ് ചെയ്തു. ഇതുപോലെ കേക്ക് പോലെ തന്നെയാണ് ഇത് സെർവ് ചെയ്യേണ്ടത്, മുറിച്ചെടുക്കണ പോലെ തന്നെ. ഇത് ഒന്നായിട്ട് മിക്സ് ചെയ്യരുത്, ഓരോ ലെയർ പോലെ തന്നെ ഇതുപോലെ തന്നെ കിടക്കണം. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, നല്ല ടേസ്റ്റാണ്, ഒരു വെറൈറ്റി ടേസ്റ്റ് തന്നെയാണിത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക, നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായമൊക്കെ കമൻസിൽ പറയാം. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം.